you all doing? Some of you might think that why am I old? You know one thing? I was not born old. Ha 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 ha. I was young like you all one day. But I grew old. You also will become old. So make sure to enjoy your young age with God. എന്റെ പേര് ഓർമ്മയുണ്ടോ? അങ്കിൾ പാപ്പൻ, അതാണ് എന്റെ പേര്. പാപ്പൻ അങ്കിൾ എന്നും നിങ്ങൾക്ക് വിളിക്കാം. ഇന്നത്തെ കഥയിലെ കഥാപാത്രത്തിന്റെ പേരാണ് ജോസഫ്. മലയാളത്തിൽ യോസേഫ് എന്നും വിളിക്കും. ഹിസ് നെയിം ഈസ് ജോസഫ്. യാക്കോബിന്റെയും റാഹേലിന്റെയും ഓമന പുത്രനായിരുന്നു യോസഫ്. അവനോട് അവന്റെ അപ്പനായ യാക്കോബിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. യോസേഫിന് ഒരു നല്ല നിലയങ്കി ഉണ്ടാക്കി യാക്കോബ് നൽകി. യോസേഫിനോട് തന്റെ സഹോദരന്മാർക്ക് വലിയ അസൂയയായിരുന്നു. യോസേഫ് ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു. അതിന്റെ അർത്ഥം തന്റെ അപ്പനും അമ്മയും തന്റെ 11 സഹോദരന്മാരും തന്നെ നമസ്കരിക്കുന്നു എന്നുള്ളതാണ്. കേൾക്കണമേ, യോസേഫ് ഇത് തന്റെ സഹോദരന്മാരോട് പോയി പറഞ്ഞു. അവർക്ക് അവനോടുള്ള അസൂയ മൂത്തു. ഒരിക്കൽ തന്റെ അവരെല്ലാം കൂടെ ആടുകളെ മേയ്ക്കുന്നതിനായി പോയി. അനേകം ദിവസങ്ങൾ എടുക്കും അവർ മടങ്ങി വരുമ്പോൾ. യാക്കോബ് യോസേഫിനോട് പറഞ്ഞു, തന്റെ സഹോദരന്മാർക്ക് പോയി ഭക്ഷണം കൊടുക്കുവാൻ. ബാലനായ യോസേഫ് തന്റെ സഹോദരന്മാരെ കാണുവാൻ ഭക്ഷണവുമൊക്കെയായി യാത്രയായി. അനേകം ദൂരം സഞ്ചരിച്ച് ഒടുവിൽ അവരെ കണ്ടുമുട്ടി. തന്റെ സഹോദരന്മാർ പാവം യോസേഫിന്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവനെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. സ്വപ്നക്കാരൻ ദാ കിടക്കുന്നു എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. ആ വഴിയെ വന്ന ഇസ്മായേലിയ കച്ചവടക്കാർക്ക് യോസേഫിനെ 20 വെള്ളിക്കാശിന് പിന്നീട് അവർ വിറ്റുകളഞ്ഞു. Remember one thing always. If you have dreams, you will have an enemy to destroy you. അപ്പനായ യാക്കോബിനോട് സഹോദരന്മാർ ഒരു നുണക്കഥ പറഞ്ഞുണ്ടാക്കി. ഒരു ദുഷ്ടമൃഗം യോസേഫിനെ കൊന്നു കളഞ്ഞുവെന്ന്. അങ്ങനെ ഇസ്മായേലിയർ യോസേഫിനെ മിസ്രയീമിലെ ഫറവോ രാജാവിന്റെ അകമ്പടി നായകനായ പൊത്തിഫേറിന് വിറ്റു. യഹോവ യോസേഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. പൊത്തിഫേറിന്റെ വീട്ടിലെ എല്ലാ കാര്യവും നോക്കുന്ന ഗ്രഹവിചാരകനായി യോസേഫ് തീർന്നു. ഒരിക്കൽ സുന്ദരനായ യോസേഫിനോടുകൂടെ കിടക്കണമെന്ന് പൊത്തിഫേറിന്റെ ഭാര്യയ്ക്ക് ഒരു മോഹം. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടിരുന്ന യോസേഫ് ഇതിനൊരുക്കമായില്ല. ഒരു കള്ളക്കഥയുണ്ടാക്കി പൊത്തിഫേറിന്റെ ഭാര്യ യോസേഫിനെ കാരാഗ്രഹത്തിൽ അടപ്പിച്ചു. അവിടെയും ദൈവം
യോസേഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിന്റെ വിചാരകനായി യോസേഫ് തീർന്നു. അവിടെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ഒക്കെ യോസേഫിന് അവസരം ലഭിച്ചു. ഒരിക്കൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്നത് തടിച്ചു കൊഴുത്ത 7 പശുക്കളെ എല്ലും തോലും പോലുള്ള വേറെ 7 പശുക്കൾ തിന്നുകളഞ്ഞു എന്നുള്ളതാണ്. അനേകരോട് സ്വപ്നത്തിന്റെ അർത്ഥം ചോദിച്ചു. മന്ത്രവാദികളും ജ്യോതിഷക്കാരും എല്ലാം അർത്ഥം വ്യാഖ്യാനിക്കാതെ ബുദ്ധിമുട്ടി. അവർക്കാർക്കും അർത്ഥം വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം യോസേഫിന് ഒരവസരം ലഭിച്ചു. ദൈവത്തോട് ബന്ധമുള്ള യോസേഫ് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. അടുത്ത 7 വർഷം സമൃദ്ധിയും അതിനുശേഷമുള്ള 7 വർഷവും മഹാദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടാകുമെന്നതായിരുന്നു സ്വപ്നത്തിന്റെ അർത്ഥം. ഡിയർ ഫ്രണ്ട്സ്, what will make you special among your friends? It is the divine revelation. ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ ദൈവവുമായി ബന്ധം വേണം. Do not forget to pray at all times. മിടുക്കനും വിവേകിയുമായ യോസേഫിനെ രാജാവ് അങ്ങനെ സകലത്തിനും മേലധികാരിയാക്കി. യോസേഫ് ദൈവജ്ഞാനത്താൽ പ്രവർത്തിച്ചതുകൊണ്ട് ക്ഷാമകാലത്ത് സകല ജാതികൾക്കും കൊടുക്കുവാനുള്ള ധാന്യം സംഭരിക്കുവാൻ യോസേഫിന് കഴിഞ്ഞു. അതിന് യോസേഫിന് സാധിച്ചു. ഇനിയാണ് രസമുള്ള മറ്റൊരു സംഭവം. ലോകത്തിലെ സകലരും ഭക്ഷണം കിട്ടുവാൻ യോസേഫിന്റെ അടുത്ത് വന്നു. ആ കൂട്ടത്തിൽ തന്നെ പണ്ടു വിറ്റുകളഞ്ഞ തന്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു. അവർ വന്ന് ഈ സ്വപ്നക്കാരന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. യോസേഫ് അവരെയും സ്നേഹത്തോടെ സ്വീകരിച്ചു. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ ഒന്നും അല്ല. എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, നിങ്ങൾ പൊട്ടക്കിണറ്റിലെറിയപ്പെട്ടാലും, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടാലും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ദർശനമുണ്ടെങ്കിൽ, വിശുദ്ധിയുണ്ടെങ്കിൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകും. So may God bless you. See you soon. I love you all, and God loves you as well. Bye bye.